തിരിച്ചടിക്കാൻ ഞങ്ങളില്ലെന്ന് GCC രാജ്യങ്ങൾ. ഞങ്ങളുടെ ചെലവിൽ തിരിച്ചടിക്കുകയും വേണ്ട. യുദ്ധം വേഗം അവസാനിപ്പിക്കാൻ ചൈനയും റഷ്യയും ഫ്രാൻസും രംഗത്ത്. വെടിനിർത്തലാണ് ആദ്യം വേണ്ടതെന്ന് 3 രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. പുതിയ വരുന്ന ആളുകളെയെല്ലാം താൻ കൊല്ലുമെന്നൊക്കെ പറയുന്ന ട്രംപിൻ്റെ മാനസിക നിലവാര തകർച്ചയോടൊപ്പം ഒരു വേൾഡ് ഓർഡർ നിലനിൽക്കാനാവില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ റഷ്യൻ പ്രതിനിധി അടക്കമുള്ളവർ പ്രസ്താവന ഇറക്കി. സംഗതി വേഗത്തിൽ തീർത്തേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് ഇറാൻ അധിനിവേശവും അവിടുത്തെ ആക്രമണവും ഒരു കാരണവുമില്ലാത്ത യുദ്ധവും എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഒടുവിലത്തെ സ്ഥിതി. GCC രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒത്തുചേർന്ന് തങ്ങളെ ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കുമെന്നും യോജിച്ച് പ്രത്യാക്രമണം നടത്തുമെന്നുമൊക്കെ പ്രസ്താവന ഇറക്കിയെങ്കിലും അങ്ങനെ പ്രത്യാക്രമണം നടത്താനും ഇറാനെ ആക്രമിക്കാനുമൊന്നും അവർ തയ്യാറല്ല. അവർ തയ്യാറല്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ GCC രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിനും ഏറ്റുമുട്ടലിനുമുള്ള താല്പര്യമല്ല മുഹമ്മദ് ബിൻ സൽമാൻ എന്ന ക്രൗൺ പ്രിൻസിനുള്ളത്. അദ്ദേഹം ആ രാജ്യത്തെ കെട്ടിപ്പടുക്കുകയാണ്, ബിൽഡപ്പ് ചെയ്യുകയാണ്. അവിടെ സംഘർഷമുണ്ടാക്കി സമാധാനം കൈവരിച്ച് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള തയ്യാറെടുപ്പിനിടയിൽ ഒരു യുദ്ധത്തിന് സൗദി അറേബ്യയ്ക്ക് ഒട്ടും താല്പര്യമില്ല എന്നതാണ് സത്യം. സൗദി അറേബ്യയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ബാക്കി രാജ്യങ്ങളും അക്കാര്യത്തിൽ അതേ നിലപാട് തന്നെയാണ്. എന്നാൽ ചെലവ് കാശ് തന്നാൽ ഞങ്ങൾ അടിച്ചോളാം എന്ന് പറയുന്ന ഏർപ്പാടിനും അവർ നിൽക്കുന്നില്ല. അങ്ങനെ നിൽക്കാതിരിക്കാൻ കാരണം ഒരാക്രമണം ഉണ്ടായാൽ തങ്ങൾ എത്രത്തോളം വൾണറബിൾ ആണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇറാന്. കാരണം എല്ലാ സംവിധാനങ്ങളുമുള്ള ഇസ്രയേലിൻ്റെ ടെല്ലവീവിൻ്റെ മധ്യത്തിൽ കൊണ്ടുചെന്ന് ക്ലസ്റ്റർ ബോംബുകൾ നിക്ഷേപിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ സമീപത്തുള്ള സൗഹൃദ രാജ്യങ്ങളായ ഈ GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് ഒരു പാടുമില്ലെന്ന് വളരെ കൃത്യമായി ഇറാൻ തെളിയിച്ചു. എന്ന് മാത്രമല്ല, ഇറാൻ US ബേസിലേക്ക് അടിക്കുന്ന അടികളും ഒറ്റപ്പെട്ട മറ്റാക്രമണങ്ങളുമൊക്കെ തങ്ങളത് ലൈറ്റാക്കി കൊണ്ടുപോകാൻ തീരുമാനിച്ചതുകൊണ്ട് ലൈറ്റാക്കി കൊണ്ടുപോകുന്നതാണ് എന്ന് GCC രാജ്യങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ടെല്ലവീവിലേക്കൊക്കെ ആക്രമിച്ചതിനേക്കാൾ ശക്തമായി പ്രത്യാക്രമണം നടത്താനും തിരിച്ചടിക്കാനും ഇറാന് ശേഷിയുണ്ട് എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടലിന് പോകാനൊന്നും GCC രാജ്യങ്ങൾക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന US ബേസുകളും റഡാർ സിസ്റ്റവുമൊക്കെ കണ്ടപ്പോൾ ആകെ ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ എന്താണുള്ളത് എന്നുള്ളതും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ലോക പോലീസായി അമേരിക്കയെ പറയുന്നെങ്കിലും ഫൈറ്റർ വിമാനങ്ങളുടെ കാര്യത്തിലും ഷാർപ്പായ ആക്രമണത്തിൻ്റെ കാര്യത്തിലും ഇനിയും പുറത്തെടുത്തിട്ടില്ലാത്ത ധാരാളം യുദ്ധോപകരണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ കയ്യിലുള്ള ചൈനയാണോ ഇതിനേക്കാൾ കെങ്കേമം എന്ന ചിന്ത പോലും ഈ യുദ്ധമുണ്ടാക്കി എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ അതിലൊന്നാമതായി പാളി. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചു തുടങ്ങി. അത് വളരെ ഗണ്യമായി വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയാൽ അത് ഒരുപാട് രാജ്യങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. ചെറിയ രാജ്യങ്ങൾക്ക് മാത്രമല്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇറാൻ്റെ എണ്ണ നീക്കം നിലച്ചതോടുകൂടി പാകിസ്ഥാനിലെ സ്കൂൾ അടയ്ക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ അടയ്ക്കേണ്ട സ്ഥിതി ലോകം മുഴുവൻ ഉണ്ടാക്കാൻ തക്ക കാരണമൊന്നും ഈ യുദ്ധത്തിനില്ലെന്ന് ലോകത്തെ ഉള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ട് മുന്നോട്ട് പോകാൻ ഒക്കില്ല. നമ്മൾ സാധാരണ എലിപ്പത്തായത്തിൽ പണ്ടൊക്കെ ഈ എലിയെ കൊല്ലുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചാക്കിൽ കയറ്റി തുറന്നു വിട്ട് അത് താഴെ അടിച്ചൊക്കെ ആയിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും എലിപ്പത്തായത്തിൽ പിടിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിയുമ്പോൾ വെപ്രാളം പിടിച്ചോടുന്ന എലിയെപ്പോലെ ഇപ്പോൾ ട്രംപിനും നെതന്യാഹുവിനും വെപ്രാളം തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, അവരോടൊപ്പം മൗനമായി നിന്ന ഒരുപാട് രാജ്യങ്ങൾക്ക്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾക്കാകെയും. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം നടക്കേണ്ടതെല്ലാം ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അവിടെയൊക്കെ സംഘർഷമുണ്ടായി അകാരണമായി നീണ്ടുപോയാൽ അത് വല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, പണ്ട് 2ാം ലോക മഹായുദ്ധത്തെയൊക്കെ സഹിച്ച ജനതയെപ്പോലെ എല്ലാം ത്യജിച്ച് സഹിക്കാനൊന്നും പുതിയ കാലഘട്ടത്തിലെ മനുഷ്യരെ കിട്ടില്ല. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചൊരു 3 ദിവസമൊക്കെ ആയാൽ പിന്നെ ജനങ്ങൾ മുഴുവൻ അതത് ഭരണകൂടങ്ങൾക്കെതിരെ തെരുവിലിറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇത് അമേരിക്കയുടേതായാലും യൂറോപ്പിലേതായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. കൂട്ടത്തിൽ സഹനശക്തിയുള്ളവരാണ് ഇറാൻകാർ. വർഷങ്ങളോളം പോരാടാനും കപ്പയും പച്ചമണ്ണും വാരി തിന്നാനുമൊക്കെയുള്ള കരുത്ത് അവർക്ക് തലമുറകളുടെ പാരമ്പര്യമായി പോരാട്ടത്തിൻ്റെ വഴികളിൽ ഈ പറയുന്ന പേർഷ്യൻ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേഗം അവസാനിപ്പിക്കാൻ വേണ്ടി റഷ്യയും ചൈനയും ഫ്രാൻസും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വല്ലാണ്ട് ആളി കത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുമാണ്. ആക്രമിച്ചാൽ പ്രതിരോധിക്കും എന്ന് പറയുന്ന സ്ഥിതിയിൽ
ഏതാണ്ട് ലക്ഷ്യം നേടി എന്നൊക്കെ പറഞ്ഞ് ഇനി അണുവായുധം ഉണ്ടാക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച് അത് അവിടെ അവസാനിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം കൂടി കടുത്ത സമ്മർദ്ദത്തിലായിട്ടുണ്ട് ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും.